ഹലോ, നമ്മളൊരു 5 പേര് കണ്ണൂർക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് പോയ കഥയാണ് കാണിക്കുന്നത്. ട്രെയിൻ ഇറങ്ങിയ പാട് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. തൽക്കാലം വിശപ്പടങ്ങിയ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ തന്നെ പറശ്ശിനിക്കടവിലേക്ക് നേരിട്ട് ബസ് കിട്ടും. 25 രൂപ പോയിൻ്റാണ് ബസ് ചാർജ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി പിന്നെ അധികം ദൂരമില്ല. ബസ്സിൽ ആരെങ്കിലും ആയിട്ടുണ്ടാവും മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകാൻ. അങ്ങനെ നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ്. നിറച്ച് ഫാൻസി കടകളാണ് രണ്ട് സൈഡിലും. നല്ല ഭംഗിയുള്ള വളകളും കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നോക്കി നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയ പാടെ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ പുഴയിലിറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകി നമ്മളൊന്ന് ശുദ്ധി വരുത്തിയിട്ടാണ് അകത്തേക്ക് കയറിയത്. അകത്ത് കയറുമ്പോൾ പിന്നെ ഫോൺ അലൗഡ് അല്ലല്ലോ, അപ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അകത്ത് കയറി മുത്തപ്പനെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി പിന്നെ കുറേ ഫോട്ടോഷൂട്ടിൻ്റെ ടൈമായിരുന്നു. കുറേ ഫോട്ടോകളൊക്കെ എടുപ്പിച്ചു. പിന്നെ നമ്മൾ നേരെ പ്രസാദ വിതരണ സ്ഥലത്തേക്കാണ് പോയത്. ഇവിടുത്തെ പ്രസാദം കഴിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടുത്തെ പയറിനും തേങ്ങയ്ക്കും ചായക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുൾ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയും കൂടി ചെയ്തിട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ കണ്ണൂർ ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയുള്ള ടാറ്റു സ്റ്റുഡിയോയിലേക്കായിരുന്നു. നമ്മുടെ ജിൻഷയ്ക്ക് ടാറ്റു അടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടാറ്റു അടിക്കാൻ കയറിയിട്ടുണ്ട്. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമ്മളെല്ലാവർക്കും, അടിക്കുന്നവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ടാറ്റു അടിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര വേദന ഉണ്ടെന്ന് മുഖത്തുനിന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആഗ്രഹമാണല്ലോ, ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്ത് സഹിക്കുമല്ലോ. അങ്ങനെ ടാറ്റു ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ആ വേദന അനുഭവിച്ചതെല്ലാം മറന്നു പോയിട്ടുണ്ട്. ആൾ നല്ല ഹാപ്പി ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ടാറ്റു ചെയ്തത് കാണാൻ. അപ്പോൾ അങ്ങനെ അത് അവർ കവറൊക്കെ ചെയ്ത് അവർക്ക് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഈ ടാറ്റു ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടത്. കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്ന്. പക്ഷേ കുറച്ച് വേദനയൊക്കെ സഹിക്കാൻ റെഡിയുള്ളവർക്ക് നല്ല ഭംഗിയാണ്. നമ്മുടെ ശരീരത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപവും നമുക്ക് വേണ്ട അതൊക്കെ എഴുതിയോ വരയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. എന്തായാലും നമ്മുടെ ടാറ്റു ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ചെറിയൊരു ടാറ്റു ആണ്, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളെല്ലാവരും ബിരിയാണിയാണ് പറഞ്ഞത്. ഞങ്ങൾ 2 പേർക്ക് മണ്ഡലം 41 കഴിയാത്തതുകൊണ്ട് നമ്മൾ 2 പേര് മാത്രം വെജിറ്റബിൾ ബിരിയാണിയും ബാക്കിയുള്ളവരൊക്കെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. വെജിറ്റബിൾ ബിരിയാണി നമ്മുടെ നാട്ടിലേക്കാളും വെജിറ്റബിൾസ് കൂടുതലായിരുന്നു. നമ്മുടെ തിരൂർ വെജിറ്റബിൾ ബിരിയാണിയിൽ ഇത്രയ്ക്കും ക്യാബേജും ബീട്രൂട്ടും ഉരുളൻകിഴങ്ങൊന്നും ഇടില്ല. പക്ഷേ ഇവിടെ നിറച്ചും ബീട്രൂട്ടും ഉരുളൻകിഴങ്ങൊക്കെ ആയിരുന്നു. പക്ഷേ വിശക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സ്നേക്ക് പാർക്കിലേക്കാണ്. 50 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. അവിടെ 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട, അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ളവർക്കും. അങ്ങനെ നമ്മൾ 50 രൂപയൊക്കെ കൊടുത്ത് അകത്ത് കയറി. കാണാനുള്ള മുതലുണ്ടായിരുന്നു. പല ജാതി ജന്തുക്കളും പിന്നെ കുറേ തരം ബേർഡ്സും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അതിൻ്റെ അകത്ത് കൂടി നടക്കാൻ ഒരു ഭംഗിയുണ്ടായിരുന്നു. അവൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ണൂർ കോക്ടെയിലും കുടിച്ച് തിരിച്ച് ട്രെയിൻ കയറി. ട്രെയിനിൽ തിരിച്ച യാത്രയും നമ്മളെല്ലാവരും കൂടി നന്നായി എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ഒന്ന് ഉറങ്ങി വിശ്രമിച്ചപ്പോഴേക്കും വീട്ടിലെത്തി.